LDFന് കനകോലുവില്ല, ജനങ്ങളാണ് തങ്ങളുടെ കനകോലുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. LDFന് കനകോലുവില്ലെന്നും ജനങ്ങളാണ് തങ്ങളുടെ കനകോലുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെനസ്വേലയിലെ സാമ്രാജ്യത്വ നീക്കത്തെ കേന്ദ്രവും കോൺഗ്രസും നിസ്സാരവൽക്കരിക്കുകയാണ്. അമേരിക്കൻ വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള ത്വരയാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും അതേ വഴിയിലാണ്. ട്രംപിന്റെ പേരിൽ ഒരു റോഡ് തന്നെ ഉണ്ടാക്കുവാനുള്ള മത്സരബുദ്ധി കാണിക്കുന്ന തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ നാം കണ്ടതാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നിയമസഭാ സീറ്റിനെ ചൊല്ലി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ കലാപം. ചാണ്ടി ഉമ്മന് പിന്നാലെ സഹോദരി മറിയ ഉമ്മനും മത്സരിക്കാൻ ഒരുങ്ങിയതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിൽ. ചെങ്ങന്നൂർ, ആറന്മുള, കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിലാണ് മറിയ ഉമ്മൻ താൽപര്യമറിയിച്ചത്. എന്നാൽ വീട്ടിൽ നിന്ന് താൻ മാത്രം മതിയെന്നും ഇത് തന്നെയാണ് പിതാവും പറഞ്ഞിട്ടുള്ളതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. പശ്ചിമഘട്ട സംരക്ഷണ പോരാളിയും പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് പൂനെയിൽ വെച്ചായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലാണ് പിതാവ് അന്തരിച്ച വാർത്ത അറിയിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിനു പിന്നാലെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 3 നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത BJP. കവടിയാർ, കാഞ്ഞിരമ്പാറ, മുടുവൻമുകൾ വാർഡുകളിലെ പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ പരസ്യമായി പ്രവർത്തിച്ച കർഷക മോർച്ച സംസ്ഥാന സമിതി അംഗം VP ആനന്ദ്, വട്ടിയൂർക്കാവ് മണ്ഡലം മീഡിയ കൺവീനർ സുനിൽകുമാർ, നേമം മണ്ഡലം സെക്രട്ടറി രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അറിയിച്ചു. കപ്പൽ അപകടത്തെ തുടർന്നുണ്ടായ നഷ്ടപരിഹാര കേസിൽ 1227 കോടി രൂപയുടെ ഗ്യാരണ്ടി തുക ഹൈക്കോടതിയിൽ കെട്ടിവെച്ച് കപ്പൽ കമ്പനിയായ MSC. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ കൊച്ചി പുറംകടലിൽ അപകടത്തിൽപ്പെട്ട MSC എൽസ3 എന്ന കപ്പലുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. തുക കെട്ടിവെച്ചില്ലെങ്കിൽ കമ്പനിയുടെ മറ്റൊരു ഭീമൻ ചരക്കു കപ്പലായ MSC അക്വിറ്റേറ്റ 2 അറസ്റ്റ് ചെയ്ത് തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. പ്രാഥമിക തലം മുതൽ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കണമെന്ന് അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പാനൽ ചർച്ച ആവശ്യപ്പെട്ടു. കായിക രംഗത്തിലൂടെ മേഖല തുറന്നുകാട്ടുന്ന ഒട്ടനവധി തൊഴിൽ സാധ്യതകളുണ്ടെന്ന് ഫുട്ബോൾ താരം IM വിജയൻ പറഞ്ഞു. കായിക രംഗത്തേക്ക് യുവജനങ്ങൾ എത്തുന്നുണ്ടെങ്കിലും പലർക്കും കഴിവുകൾ തെളിയിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ലെന്ന് തെലങ്കാന യങ് ഇന്ത്യ ഫിസിക്കൽ ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കിഷോർ ഗോപിനാഥ് പറഞ്ഞു. തെരുവുനായ വിഷയത്തിൽ വീണ്ടും മൃഗസ്നേഹികളെ പരിഹസിച്ച സുപ്രീം കോടതി. സ്ഥാപന പരിസരത്തെ നായ്ക്കളെ നേരിടാൻ പൂച്ചകളെ വളർത്താമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ പരിഹാസം. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണല്ലോ എന്നും കോടതി ചോദിച്ചു. തെരുവുനായ പ്രശ്നം ഒഴിവാക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് നൽകണോ എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പരിഹസിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ BJPയുമായി സഖ്യം ചേർന്നതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 12 കോൺഗ്രസ് കൗൺസിലർമാർ BJPയിൽ ചേർന്നു. അംബർനാഥ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ 12 കോൺഗ്രസ് കൗൺസിലർമാരാണ് BJPയിൽ ചേർന്നത്. അംബർനാഥ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് BJP സഖ്യമുണ്ടായത്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 11ാം വാർഡിൽ കാടയിലും, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 6ാം വാർഡിൽ കോഴിയിലും, കരുവാറ്റ പഞ്ചായത്ത് 1ഉം 2ഉം വാർഡുകളിലും, പള്ളിപ്പാട് പഞ്ചായത്തിൽ 1ാം വാർഡിൽ താറാവിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. നേരത്തെ ജില്ലയിലെ 9 പഞ്ചായത്തുകളിൽ ഓരോ വാർഡുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. സിറിയൻ നഗരമായ അലപ്പോയിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ആയിരക്കണക്കിന് പേർ പലായനം ചെയ്യുന്നു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സൈന്യവും കുർഷിദ് സേനയും തമ്മിലാണ് സംഘർഷം ആരംഭിച്ചത്. ആഭ്യന്തര യുദ്ധം 2ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ജനം പലായനം ആരംഭിച്ചത്. അതേസമയം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ രാജ്യാന്തര തലത്തിൽ മധ്യസ്ഥ ശ്രമം നടക്കുന്നുണ്ടെന്ന് കുർഷിദ് സേന അറിയിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.